പ്രിയപ്പെട്ട ബേബിച്ച, ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന ബേബിച്ചന് എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസിക്കുന്നു. കർത്താവ് ബേബിച്ചന് ദീർഘായുസ്സും നല്ല ആരോഗ്യവും നൽകി ഇനിയും കുടുംബത്തെയും സമൂഹത്തെയും സഭയെയും സേവിക്കുന്നതിനുള്ള അവസരം ധാരാളമായി നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ബേബിച്ചൻ്റെ ഈ ദിവസം വളരെ മംഗളകരമായി ആഘോഷിക്കുക. ബേബിച്ചന് എല്ലാവിധമായ സന്തോഷവും ആനന്ദവും കർത്താവ് പ്രദാനം ചെയ്യട്ടെ. കുടുംബാംഗങ്ങളും മിത്രങ്ങളും എല്ലാവരും ബേബിച്ചൻ്റെ ഇന്നത്തെ ഈ ദിവസത്തിൽ സന്തോഷിക്കുമ്പോൾ ഞാനും ബേബിച്ചനോടുകൂടി സന്തോഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബേബിച്ചനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ബേബിച്ചനോടും കുടുംബങ്ങളോടും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവ തിരുനാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ശ്രീ ഫിലിപ്പ് മംഗലത്ത് ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട ബേബിച്ചൻ 60ന്റെ നിറവിലേക്ക് പ്രവേശിക്കുന്ന വളരെ സന്തോഷകരമായ ഈ സുദിനത്തിൽ എല്ലാവിധമായ ഭാവുകങ്ങളും പ്രാർത്ഥനാശംസകളും പിറന്നാൾ മംഗളങ്ങളും സ്നേഹത്തോടെ നേരുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ബേബിച്ചൻ 60ലേക്ക് പ്രവേശിക്കുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം 60 പിറുപിറുപ്പിന്റെയും കിറുകിറുപ്പിന്റെയും മുറുമുറുപ്പിന്റെയും ഒക്കെ കാലമായിട്ടാണ് പണ്ടൊക്കെ കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ബേബിച്ചൻ ഇപ്പോഴും നല്ല ചുറുചുറുക്കോടുകൂടെ തൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി അധ്വാനിക്കുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. തൻ്റെ ജീവിത പങ്കാളിയോടും മക്കളോടുമൊപ്പം വളരെ സ്നേഹപൂർവ്വവും സന്തോഷപൂർവമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന ബേബിച്ചനെ പ്രത്യേകമായിട്ട് എന്നും ആദരവോടെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം ജീവിക്കുന്നത്, അദ്ദേഹം ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും അദ്ദേഹം ആയിരിക്കുന്ന സഭയ്ക്കുമൊക്കെ വേണ്ടി കൈ അയഞ്ഞ് സംഭാവന ചെയ്തുകൊണ്ടും വളരെ പ്രോത്സാഹിപ്പിക്കുന്ന പല കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടും അദ്ദേഹം മുമ്പോട്ട് പോകുന്നു. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും കുടുംബ പശ്ചാത്തലത്തെയും എല്ലാം. അദ്ദേഹത്തിൻ്റെ വികാരിയായിരുന്ന കാലയളവിൽ ആ കുടുംബവും കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും ബേബിച്ചനും അതുപോലെ തന്നെ സഹോദരങ്ങളും എല്ലാം ഇടവകയോട് വളരെ സജീവമായ സ്നേഹബന്ധത്തിൽ ആയിരുന്നവരാണ്. ഇടവകയുടെ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വന്നപ്പോൾ കൈ അയച്ച് സംഭാവന ചെയ്യുവാൻ തങ്ങളെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം പ്രത്യേകമായ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കുന്നതിനും അദ്ദേഹം മുന്നിട്ട് നിന്നു എന്നുള്ളത് സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും നല്ല നിലയിൽ വളർന്ന് ഉയർന്ന് വരുന്നത് കണ്ട് ഞാനും സന്തോഷിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. അദ്ദേഹം 60ലേക്ക് പ്രവേശിക്കുമ്പോൾ ഇനിയുള്ള കാലം ഏറെ സന്തോഷകരമായി സൗഭാഗ്യകരമായി തുടർന്നും ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന ആരോഗ്യവും അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പാവങ്ങളോട് രോഗാവസ്ഥയിലായവരോട് ഒരു പ്രത്യേക പരിഗണന തന്നെയുണ്ട്. ആ പരിഗണനയും സ്നേഹവുമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ അധ്വാനിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും ദൈവം കൃപ കൊടുക്കുന്നതും എന്ന് കരുതുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഒരേ മനസ്സോടെ മുമ്പോട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട 2 മക്കളെയും പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്ന ബെലിൻ്റെയും അവളുടെ ജീവിത പങ്കാളിയും ഒക്കെ ഈ ദിനത്തിൽ പ്രത്യേകമായി അനുസ്മരിക്കുന്നു. ഈ ദിനത്തിൻ്റെ ആഘോഷങ്ങൾ അവിടെ നടക്കുമ്പോൾ ദൈവം എല്ലാം നന്നായി ക്രമീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി. ബേബിച്ചന് എല്ലാവിധമായ പിറന്നാൾ ആശംസകളും. 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന ബേബിച്ച മംഗലത്തിന് ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ, പിറന്നാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആരോഗ്യവും സന്തോഷവും സംതൃപ്തിയും നൽകി ദൈവം ധാരാളമായിട്ട് തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബേബിച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ല ഒരുപാട് ഓർമ്മകൾ, പ്രത്യേകിച്ച് നാട്ടിൽ വന്നാൽ അവധിക്ക്
ആദ്യം ദേവാലയത്തിൽ വന്ന ശേഷമേ സ്വന്തം വീട്ടിലേക്ക് കയറുകയുള്ളൂ. അങ്ങനെ ദേവാലയത്തെ അത്രമാത്രം ഓർമ്മയിൽ വലിയ ദൈവാശ്രയബോധത്തിൻ്റെ ഒരു അടയാളമാണ്. അതുപോലെ മറ്റുള്ളവരോടൊക്കെ വളരെ സന്തോഷമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിത്വം, മറ്റുള്ളവരെ പ്രിയപ്പെട്ടവരായിട്ട് കാണുന്ന ഒരു വ്യക്തിത്വമാണ് ബേബിച്ചൻ്റേത്. അങ്ങനെ ഒരു നല്ല മാതൃകാ ജീവിതം, നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുന്ന, നല്ല കുടുംബജീവിതം നയിക്കുന്ന, തൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ വളരെ കരുതലോടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം. ബേബിച്ചനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഒരുപാടുണ്ട്. പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഷഷ്ടി പൂർത്തി ആഘോഷിക്കുന്ന വേളയിൽ ഒരുപാട് സ്നേഹത്തോടെ ജന്മദിനാശംസകൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. I am glad to know that they are celebrating 60th birthday of Babychan. I know Babychan for 70 years and I have noticed especially one quality in him. He is ever ready to help those who are in need. Happy birthday, Babychan. God bless. Happy birthday, Beja. ഹാപ്പി ബർത്ത്ഡേ വേവിച്ച 60ാം ബർത്ത്ഡേ ആഘോഷിക്കുന്ന വേവിച്ചന് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് പിന്നോട്ടുള്ള ജീവിതവും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 60ാം ബർത്ത്ഡേ ആഘോഷിക്കുന്ന വേവിച്ചന് എല്ലാവിധ മംഗളങ്ങളും ജീവിതത്തിലെ ഈ നാൾ വരെ പ്രാർത്ഥനയിൽ കുറവ് വരുത്തിയിട്ടില്ല, അധ്വാനത്തിനും കുറവ് വരുത്തിയിട്ടില്ല. കുടുംബത്തെയും കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുവാനും എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുവാനുമുള്ള ത്തിനും കുറവ് വരുത്തിയിട്ടില്ല. ഇനി മുന്നോട്ടുള്ള യാത്രയെ ഈശോയുടെ കരങ്ങളിലേക്ക് വരമേൽപ്പിക്കാം. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ വേവിച്ച. ഗോഡ് ബ്ലെസ് യു. ബേബിച്ചൻ്റെ 60ാം ജന്മദിനത്തിൻ്റെ ആശംസകൾ. കഴിഞ്ഞ 60 വർഷക്കാലം ദൈവം കാത്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഞാനെപ്പോഴും ബേബിച്ചന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും പ്രാർത്ഥന തുടരും. പിന്നെ ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു മോനെ. ഹാപ്പി 60th ബർത്ത്ഡേ. എനിക്ക് 40 പോലും പറയത്തില്ല കേട്ടോ. 60 is just a number. വിഷമിക്കണ്ട. എൻ്റെ 3 വയസ്സ് തൊട്ട് നിന്നെ കാണാൻ തുടങ്ങിയതാ. വഴക്കിട്ടും അടിയിട്ടും ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും ഈ 60 വർഷം പോയി. നീ എനിക്ക് തന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഈ 60 വർഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എൻ്റെ ബലമാണത്. നിന്റെ അറിവും നിന്റെ ഹൃദയവിശാലതയും നമ്മുടെ കുടുംബത്തിൻ്റെ തന്നെ ഒരു ശക്തിയാണ്. നീ ഒരു ജീനിയസാ. നിനക്കറിയാൻ മേലാത്ത ഒരു ഫീൽഡും ഇല്ല. ഞാൻ എന്ത് സംശയം ചോദിച്ചാലും നിനക്കതിന് മറുപടിയുണ്ട്. ഐ ഓൾവേസ് ലുക്ക്ഡ് അപ്പ് ഓൺ യു. പിന്നെ നിന്റെ ഈ ഹൃദയവിശാലതയും നിന്റെ അറിവും ഇനിയും മുന്നോട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ബലമായിട്ടിരിക്കട്ടെ. നിനക്ക് സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അനേകം വർഷങ്ങൾ ദൈവം തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ബൈ. 60 വർഷങ്ങളിൽ നീണ്ട യാത്രയ്ക്ക് ശേഷം 60ാം പിറന്നാളിലേക്ക് കടക്കുന്ന 60ന്റെ തെരുവെടുത്തിരിക്കുന്ന ബേബിച്ചന് ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. മേ ഗോഡ് ബ്ലെസ് യു ഓൺ യുവർ ബർത്ത്ഡേ ആൻഡ് ഫോറെവർ. ബൈ. 60ാം ജന്മദിനം ആഘോഷിക്കുന്ന അച്ഛയ്ക്ക് എല്ലാവിധ ആശംസകളും. മേ ഗോഡ് ബ്ലെസ് യു. Happy birthday. God bless you. Dear beloved Babychan, as you celebrate the 60th birthday in a wonderful year of 2026, we wish you the most blessed happiness, joyful time in your days. I just wanted to quote a couple of verses from Bible. Psalm 65:4. Blessed is the man you choose and cause to approach you, that he may dwell in your courts. We shall be satisfied with the goodness of your house, of your holy temple.
And then 11, you crown the year with your goodness, and your paths drip with abundance. The word of God also says like this: your word is lamp unto my feet. Your word is light unto my path. All these years, 60 years of your life, the word of God shone upon your feet that you are able to walk. The word of God is light upon your path that you are able to walk. We wish you the happiest and joyful time in the coming days to come. May God bless you and your family abundantly and keep you in peace. Thank you. ഹാപ്പി ബർത്ത്ഡേ ബേബിച്ചൻ. കഴിഞ്ഞ 60 വർഷം ദൈവം പുതിയ വർഷത്തിൽ പുതിയ ബ്ലസ്സിങ് തന്ന് ദൈവം നടത്തിയല്ലോ. കഴിഞ്ഞ 60 വർഷം ദൈവം ആരോഗ്യത്തോടെ സൂക്ഷിച്ചല്ലോ. ഈ പുതിയ വർഷം ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നടത്തട്ടെ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. Happy birthday. God bless you. Hi, Acha. Wishing you a very happy birthday from me, Pappu, Rocky, and Sharon. And many more good years of health and prosperity and blessings ahead. 1, 2, 3. Happy birthday to Acha. Happy birthday to Acha. Happy birthday to Acha. Happy birthday to you. Happy birthday, Acha. God bless. We wish you a great 60th birthday and hope that this upcoming year is filled with blessings and good memories. Happy 60th birthday, Papa. May God bless you. Happy birthday, Babyton. Happy birthday, Acha. Happy birthday, Uncle. God bless you. ജന്മദിനാശംസകൾ ബേബിച്ച. പ്രാർത്ഥനയിൽ ഓർക്കുന്നു. God bless you. ഓക്കെ. Happy birthday, ബേബിച്ച. God bless you. ഈ 60 വയസ്സ് കാലം ദൈവം നടത്തിയ നന്മയോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആരോഗ്യത്തോടുകൂടിയുള്ള ജീവിതം മുന്നോട്ട് തരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. Hope you have a wonderful year ahead of you. Happy birthday, Vaishnavi. God bless you. മോനെ ഹാപ്പി ബർത്ത്ഡേ ആൻഡ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഈ നല്ല സുദിനത്തിൽ ദീർഘായുസ്സും സമാധാനവും സന്തോഷവും സ്നേഹവും സമൃദ്ധിയും എല്ലാം നേരുന്നു കേട്ടോ. ജീവിതം കൂടുതൽ സന്തോഷമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മോനെ. Many more happy returns of the day, Babycha. God bless you. Many happy returns of the day, Babychan ചേട്ടായി. ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. Happy birthday, Babychan ചേട്ടായി. God bless you. Wishing you a very happy birthday, Babychan ചേട്ടായി. Also praying that God may bless you abundantly with happiness and prosperity, and also I'm hoping that your birthday celebrations may bring you with everlasting memories. Cheers. 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ പ്രിയ സഹോദരന് എല്ലാവിധ മംഗളാശംസകളും നേർന്നു കൊള്ളുന്നു. ആരോഗ്യവും ആയുസ്സും നൽകി ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ കുട്ടനാട്ടിൽ നിന്നും ക്യാമറാമാൻ പൊന്നൂസിനോടൊപ്പം ബിജു. ഹായ്. 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന അച്ഛയ്ക്ക് എൻ്റെയും ഏട്ടൻ്റെയും പൊന്നൂസുകളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ദീർഘായുസ്സും ആരോഗ്യം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നേരുന്നു. മേ ഓൾ യുവർ വിഷസ് കം ട്രൂ. Enjoy your special day. Thank you. Happy birthday. Happy birthday. Happy birthday. 60ാം ജന്മദിനം ആഘോഷിക്കുന്ന ബേബിച്ചൻ ചേട്ടന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. Happy birthday. ഞാനും മംഗലത്ത് ബേബിച്ചനുമായിട്ട് 1985 തുടങ്ങി നല്ല സൗഹൃദം സ്ഥാപിച്ചിട്ടാണ്. നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു, നല്ല സ്നേഹമാണ്, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്. അങ്ങനെയൊക്കെ പുള്ളി ഒരു സോമിൽ വ്യവസായിയായിരുന്നു. ആ സോമിൽ നിന്ന് കഴിഞ്ഞ്
ഞാൻ എൻ്റെ പെരിങ്ങാട്ടുകാർക്ക് വേണ്ടി ഒരു ബസ് എടുക്കുകയും ഒരു ദിവസം ആദ്യം ഒരു ദിവസം എടുത്തു, രണ്ടാം ദിവസം മൂന്നാം ഭാഗം വീണ്ടും എടുത്തു. അത് കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം വീണ്ടും ഒരു ബസ് എടുത്തപ്പോൾ ദൈവത്തിന് എന്നെ വിളിച്ചെടുക്കും, നിങ്ങൾ ബസ് എടുത്ത് വിടുന്നത് എനിക്ക് പരിപാടിയൊന്നുമില്ല, ഈ ബസ് എനിക്കും തന്നെ ഞാൻ പോരാൻ പറഞ്ഞു. പൈസ എന്നോട് 4 ലക്ഷം രൂപ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് 2.25 ലക്ഷം ഞാൻ കച്ചവടം ചെയ്തു. അതേ ഇത് തന്നെ ആ വണ്ടി പുള്ളിക്ക് കൊടുക്കുകയും പുള്ളി വളരെ സന്തോഷമായി. പുള്ളി കമ്പനി നടത്തുമ്പോൾ ഇങ്ങനെ ആരും ചെയ്യരുത് എന്നെ പ്രവൃത്തി പറയും. എൻ്റെ ഒത്തിരി നല്ല കാര്യം അതിൽ നിന്ന് ഉപയോഗിക്കുന്ന ഒരു സന്ദേശം എനിക്ക് കിട്ടിയുണ്ട്. എൻ്റെ സഹോദരൻ്റെ സന്ദേശമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് ഒരു ദീപമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ മറ്റു പ്രശ്നമില്ലാതെ സാധിക്കുകയും ചെയ്യും. ഇന്നും ആ സൗഹൃദം പുള്ളി അമേരിക്കയിലൂടെ വന്നാലും ഏതെങ്കിലും ഒരു ദിവസം എന്നെ വിളിച്ച് വീട്ടിൽ വിളിച്ച് ഞങ്ങൾ സർക്കാരൊക്കെ നടത്താറുണ്ട്. ആ സ്നേഹം ഇന്നും തുടരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ UDF നിയമമണ്ഡലം ചെയർമാനും മുനിസിപ്പൽ ചെയർമാനും എന്നുള്ള രീതിയിൽ ഈ ബർത്ത്ഡേക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മംഗലത്ത് ബേബിച്ചനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ബൈബിളിലെ ഒരു വചനമാണ് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്. നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. യഥാർത്ഥത്തിൽ ആ വാക്യം അനർത്ഥമാക്കിയ ഒരു വ്യക്തിത്വമാണ് ബേബിച്ചന്. ഈ സമൂഹത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ഇടവക സമൂഹത്തിന് വേണ്ടിയിട്ടും ഇടവകയ്ക്ക് വേണ്ടിയിട്ടും നിരവധി സേവനങ്ങൾ ചെയ്തിട്ടുള്ള, ഒരുപാട് വ്യക്തികളുടെ കണ്ണീര് ഒപ്പിയിട്ടുള്ള, ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്തിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വം. അതാണ് മംഗലത്ത് ബേബിച്ചൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബത്തിനും വളരെയധികം കടപ്പാടുകളുള്ള ഒരു വ്യക്തിത്വമാണ് മംഗലത്ത് ബേബിച്ചൻ്റെ. അദ്ദേഹത്തിന് ഈ ജന്മദിനത്തിൽ ദൈവം സമർത്ഥമായി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും, മക്കളെയും മാതാപിതാക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. Many happy returns of the day, ബേബിച്ച. നമസ്കാരം. ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജനിക്കുന്നു, അവൻ മരിക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ അവൻ എന്താണ് ഈ ലോകത്തിന്, ഈ നാടിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക, നന്മ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ബേബിച്ചന് ഇന്ന് 60 വയസ്സ് പൂർത്തിയാവുകയാണ്. ഈ 60 വർഷക്കാലം എന്തെല്ലാം നന്മകൾ ഈ ലോകത്തിൽ ചെയ്തിട്ടുണ്ടോ അതിൽ കൂടുതലൊരു മഹത്വം നമുക്ക് വേറൊന്നുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ മറ്റുള്ളവരോട് അദ്ദേഹത്തിൻ്റെ കുടുംബം, മക്കൾ, അതിലുപരിയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളോടും സഹോദരിമാരോടും അപ്പനോടും അമ്മയോടും എല്ലാം വളരെ കരുതലുള്ള ഒരു മനുഷ്യനാണ്. ഒരു സ്നേഹവും ഉള്ള മനുഷ്യനാണ്, എക്സ്ട്രാ എല്ലാവരെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ക്ഷിപ്രകോപിയാണ്. അദ്ദേഹത്തിന് എന്ത് കാണുന്നതും മറ്റുള്ളവർ ചെയ്യുന്ന പല പ്രവർത്തികളും പലപ്പോഴും ദേഷ്യം തോന്നാറുണ്ട്. പക്ഷെ ആ വ്യക്തിയോടല്ല തോന്നുന്നത്, അവരുടെ ആ നേരത്തെ പ്രവർത്തനത്തോടാണ് അദ്ദേഹത്തിന് പലപ്പോഴും തോന്നുന്നത്. അതെന്താണ് എന്ന് ചോദിച്ചാൽ ആ കരുതലിന്റെ കൂടുതൽ കൊണ്ടാണ്. അത് തീർന്ന് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് അത് മാറുകയും ചെയ്യും. അത് ആ കുടുംബം. അതുപോലെ തന്നെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് സ്വാർത്ഥത ഇല്ല എന്നുള്ളതാണ്. അതായത് ഞാൻ എൻ്റെ കുടുംബം മാത്രം എന്നുള്ള അതല്ലാതെ മറ്റുള്ളവരെയും സ്നേഹിക്കുകയും മറ്റുള്ളവരെയും കരുതുകയും ചെയ്യുന്ന ഒരാളാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ നന്മകൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പലതരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള പോലും സഹായങ്ങളും ഒക്കെ പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾ അമേരിക്കയിൽ വരുന്ന സമയങ്ങളിൽ ഞങ്ങളെ കൂട്ടത്തിൽ കൊണ്ട് നടന്ന് എന്തെല്ലാം അദ്ദേഹത്തിന് ആ സമയത്ത് ചെലവായിട്ടുണ്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അത്രമാത്രം രീതിയിൽ ഞങ്ങളെ കരുതുകയും കാണുകയും ചെയ്ത അതൊരു വലിയ മനസ്സിന്റെ ഉടമസ്ഥനായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ നന്മയും വരട്ടെ. നിങ്ങളുടെ ആയുസ് കൊണ്ട് ഈ സമൂഹത്തിനും രാജ്യത്തിനും നന്മയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ദൈവം ദീർഘായുസ് തരട്ടെ. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പാപ്പനും കുഞ്ഞമ്മയുമാണ്. പാപ്പനെയും കുഞ്ഞമ്മയും അതുപോലെ തന്നെ ബിന്ദു, മക്കൾ, അതേപോലെ തന്നെ സഹോദരൻ, സഹോദരിമാർ എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് താങ്കൾക്ക് ഈ ലോകത്തിന് എല്ലാവിധ ഐശ്വര്യവും നേർന്നുകൊണ്ട്
എല്ലാവിധ ഹാപ്പി ബർത്ത്ഡേ മംഗളങ്ങളും. താങ്ക് യു. ഹാപ്പി 60th ബർത്ത്ഡേ ബേബിച്ച. ആരോഗ്യവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ആശംസിച്ചുകൊള്ളുന്നു. ഈ ജീവിത മുന്നേറ്റത്തിൽ ഒരു ദശാബ്ദത്തോളവും നമ്മൾ ഒരുമിച്ച് മുതലാളി തൊഴിലാളി വ്യത്യാസമില്ലാതെ ജോലി ചെയ്തു. എത്ര സംഭവങ്ങൾ മനസ്സിൽ പൊന്തി വരുന്നു. ഏത് സമയത്ത് കാണുമ്പോഴും എത്ര പഴയ ഓർമ്മകൾ, പല ആവർത്തി പറഞ്ഞ കാര്യങ്ങൾ, തമാശയുടെ, സന്തോഷത്തിൻ്റെ, സങ്കടത്തിൻ്റെ ഈ കാലയളവിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. കാലം മുൻപോട്ട് ചെല്ലും തോറും തമാശയുടെയും സന്തോഷത്തിൻ്റെയും ഓർമ്മകൾ കൂടുതൽ മധുരതരമാവുന്നു. ഈ 60ാം പിറന്നാൾ ആഘോഷത്തിൽ എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. ഗോഡ് ബ്ലെസ് യു. പ്രിയപ്പെട്ട ബേബിച്ചന് പിറന്നാൾ ആശംസകൾ നേരുന്നു. അതോടൊപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ലൊരു ആഘോഷമാക്കാമായിരുന്നു. ഇല്ലാത്തൊരു പോരായ്മ തന്നെയായിട്ട് തോന്നുന്നുണ്ട്. 60ാം പിറന്നാൾ ആഘോഷിക്കുന്ന ബേബിച്ചായന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 ജന്മദിനാശംസകൾ. Happy birthday, Babichan. And in this special occasion, we wish you all the best for you and your family. At the same time, we pray to the God to bless you all and wish you all the best for a bright future and healthy future. ബേബിച്ചൻ ഞങ്ങൾക്ക് വീട്ടിന് വേണ്ടി വളരെ സ്പെഷ്യലായിട്ടുള്ള ആളാണ്. ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ദൈവത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ മൊത്തം കുടുംബം പ്രാർത്ഥിക്കുന്നു. ബേബിച്ചനെ അനുഗ്രഹിക്കുക, ബേബിച്ചൻ്റെ കുടുംബത്തെ ആഗ്രഹിക്കുക, ബേബിച്ചന് ആയുരാരോഗ്യവും സന്തോഷവും സമൃദ്ധിയും നൽകുക എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ് ബേബിച്ചൻ. താങ്ക് യു ബേബിച്ചൻ. ഹായ് ബേച്ച, 60ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ബേച്ചിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്ന് ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Hi uncle, happy 60th birthday. Hope you have a good time. Hope all good things come for you in the future. May God bless you. Dear Babichan, greetings from the Kunnath family at Orlando, Florida. 60ാം പിറന്നാളിലേക്ക് കടക്കുന്ന ബേബിച്ചന് നല്ലൊരു ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ കിട്ടട്ടെ. ബേബിച്ചനും കുടുംബത്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ആശംസകൾ. മേ ഗോഡ് ബ്ലസ് യു. ടേക്ക് കെയർ. ബൈ നൗ. ഹാപ്പി ബർത്ത്ഡേ ബേബിച്ച. ഞങ്ങൾ ഇവിടെ വന്ന കാലം തൊട്ട് ഏത് കാര്യത്തിനും ബേബിച്ചനെ ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളി എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെയല്ല, എൻ്റെ ഏറ്റവും മൂത്തൊരു ബ്രദറിനെ പോലെയാണ് എപ്പോഴും. പിന്നെ കാര്യങ്ങൾക്കെല്ലാം ഞങ്ങളെ സഹായിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്കൊരു അഡ്വൈസ് തരികയും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ബേബിച്ചൻ ഇനി ഒരുപാട് വർഷം ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ബേബിച്ചൻ. സുല്ല പറഞ്ഞത് ഒത്തിരി സത്യമാണ്. എൻ്റെ ബ്രദറിനെ പോലെയാണ് ബേബിച്ചന്. എല്ലാ കാര്യങ്ങൾക്കും എന്ത് കാര്യം വേണമെങ്കിലും ഏത് നേരം വേണമെങ്കിലും ഞങ്ങൾ വിളിക്കാറുണ്ട്. ബേബിച്ചന് ഒരിക്കൽ പോലും ഒരു കാര്യത്തിന് നോ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബിന്ദുവും നല്ല 2 കുഞ്ഞുങ്ങളും, മോനാണേലും അതുപോലെ തന്നെ എല്ലാ ബ്ലെസ്സിങ്ങും ദൈവം ബേബിച്ചനും കുടുംബത്തിനും തരട്ടെ. ഹാപ്പി ബർത്ത്ഡേ ബേബിച്ച. ഹാപ്പി ബർത്ത്ഡേ. ദൈവം എല്ലാ അനുഗ്രഹവും തരട്ടെ, എല്ലാം നന്നായിട്ട് പോട്ടെ. പുതിയ വർഷം സകല അനുഗ്രഹങ്ങളും ദൈവം വളരെ അധികമായി തരട്ടെ. ഹാപ്പി ബർത്ത്ഡേ ബേച്ച. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഫോർ ദ കമ്പാനിയൻഷിപ്പ്. പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുന്നു. കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. All the best. Once again, God bless you. Once happy again. birthday. Happy birthday. Hi, Babichan Jeta. Wishing you a very happy birthday. You're an amazing person. May the good God bless you always. Thank you. Enjoy your birthday. Happy birthday. Happy birthday. Hi, Babichan uncle. We wanted to wish you a very happy 60th birthday and wish you a very happy and healthy year ahead. We hope to see you soon, very soon in New Jersey. Please have a very nice birthday celebration
and we love you very much. Happy birthday, baby Chan uncle. Happy birthday, baby Chan uncle. Happy birthday, baby Chan uncle. We hope to see you soon. Congratulations, Mr. Philip Mangalat. 60 years of the blessings of God upon your life is so worth celebrating. I must say that you've not only been of a blessing unto your family, but you have been a blessing unto me personally, because you are one friend that will always go the extra mile to support me anytime I call upon you. And working with you over these years is so amazing. You are a very humble, tolerant, and accommodating person. You make very difficult tasks become so easy, and so I really enjoy working with you. Your advices and guidance has always been the best. On such a wonderful occasion, I seek for the blessings of God over your life, that you will be blessed with good health, and then Jehovah God Almighty satisfy you with long life. Once again, congratulations, and have a happy 60th birthday. Yeah, my name is Ozzy from University Hospital HCLO. I want to wish you a happy 60th birthday, sir. I want to say happy birthday to you. My friend have said so much about you, and on this your milestone, I want to take our time to pray for you. May God bless you. May He grant your heart desires. This new year will be a year of higher grounds in the name of Jesus. Happy glorious 60th birthday. Many more years in the land of the living. We will send you love from HCLO. We love you. പ്രിയപ്പെട്ട ബേബി ചേട്ടന് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. Happy birthday, uncle. Happy birthday, uncle. We all miss you so much. Hope you're doing well. Happy birthday, uncle. We miss you, auntie, and Tonu so much. Thank you for taking care of us in the USA. പ്രിയപ്പെട്ട ബേബിച്ച, നിങ്ങളുടെ 60ാം പിറന്നാളിന് ഞങ്ങളുടെ എല്ലാ ആശംസകളും നേരുന്നു. നിങ്ങൾ ശരിക്കും ഒരു നന്മയുടെ ഒരു സ്വരൂപവും നന്മ നിറഞ്ഞ മനുഷ്യനാണ്. സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ ആ സ്നേഹവും നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥതയുമാണ് സത്യമായിട്ട് അമേരിക്ക മരുഭൂമിയിൽ ഞങ്ങളെ ഒരു ജീവൻ കൊടുത്തെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ 60ാം പിറന്നാളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചേച്ചിയും ജയിച്ചനും ലൈഫിലെ എപ്പോഴും നീക്കാൻ പറ്റാത്ത ഒരു അധ്യായമായിട്ടാണ് ഉള്ളത് ഞങ്ങൾ കരുതുന്നത്. ചെന്ന് 60ാം പിറന്നാൾ ആശംസിക്കുന്നു. ബേബി ചേട്ടന് 60ാം പിറന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ബേബിച്ചൻ. ഞങ്ങൾ അമേരിക്ക വന്നപ്പോൾ ഒന്നും അറിയാതെ ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്കൊരു അച്ഛനായിട്ട് ഒരു ചേട്ടനായിട്ട് എന്നെ ഒരു കല്യാണ വീട്ടിൽ കൊണ്ടാക്കുന്ന പോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്നെ കൊണ്ടാക്കിയത് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കില്ല. ഇതേ സ്നേഹം എന്നും എന്നോട് ബേബിച്ചൻ ഉണ്ടാവണം. എനിക്ക് ആ സ്നേഹം തിരിച്ചു കൊടുക്കാനുള്ള അവസരം ഉണ്ടാവണം എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ബേബിച്ചന് 100 വർഷം 100ന് കവിഞ്ഞു പോകുന്ന ഒരു ആയുൾ സന്തോഷമായ ഒരു ജീവിതം ദൈവം അനുഗ്രഹിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിന്ദു ചേച്ചിനും മുത്തുവിനും പൊന്നുവിനും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സന്തോഷമായ നല്ലൊരു കുടുംബത്തിന് പരിചയപ്പെടാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. ബേബിച്ചൻ്റെ 60ാം പിറന്നാൾ. Hi. No. Happy birthday, Oppa. Okay. First,
യു ഡോണ്ട് ലുക്ക് 60. പപ്പയ്ക്ക് എവിടെയൊക്കെ ചുളിവ് ഉണ്ടായിരിക്കും, പക്ഷെ സ്റ്റിൽ 60 പറയത്തില്ല. കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പം ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബോട്ടോക്സ് ചെയ്ത് തരാം. അപ്പോൾ ഇവിടുത്തെ ചുളിവെല്ലാം പോവും. ഓക്കെ, സോ ഫസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ എവ്രിതിങ്. എല്ലാത്തിനും. ഞങ്ങൾ ഉണ്ടായപ്പം തൊട്ട് ഇപ്പം വരെ ഞങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കെയർ ചെയ്യുന്ന പപ്പയാണ്. ഈ സെയിം കാര്യങ്ങൾ ഞാൻ ഇത്രയും നാൾ ചെറുപ്പം തൊട്ട് ഞാൻ കാർഡിലും ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം പപ്പയ്ക്ക് അറിയാം അത് ഞങ്ങൾ വെറുതെ എഴുതുന്നതല്ല, ശരിക്കും ഞങ്ങൾ മീൻ ചെയ്ത് പറയുന്ന കാര്യങ്ങളത്. പിന്നെ പപ്പയുടെ ഓരോ വാക്കിനും എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പപ്പയ്ക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വി റിയലി ടേക്ക് ദാറ്റ് ഇൻ ടു ഹാർട്ട്. കാരണം പപ്പ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയേ പറയത്തുള്ളൂ. Because you care about us that much. I can't even describe how much you care about us. അത് പപ്പയുടെ ഇത് ചെറിയൊരു എന്നാ മുത്തപ്പ, പപ്പയല്ലേ കൂടെ ഉള്ള, നീ എന്തിനാ വിഷമിക്കുന്നത് അങ്ങനെയൊക്കെ പറയുമ്പം പിന്നെ എങ്ങനെയാ വിഷമിക്കുന്നേ പപ്പ കൂടെ ഉള്ളപ്പം? എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും പപ്പ ഉണ്ടായിരുന്നു. എല്ലാം നല്ലതേ വന്നിട്ടുള്ളൂ പപ്പ കാരണം. പപ്പയുടെ ഓരോ വാക്കും ഓരോ അഡ്വൈസും ഞങ്ങൾ ശരിക്കും ഹാർട്ടിലെടുക്കും. അതുകൊണ്ടല്ലേ ഇത് നോക്കിക്കേ, മിഡിൽ സ്കൂൾ തൊട്ടുള്ള എൻ്റെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്തതുണ്ടോ? ബിക്കോസ് ദാറ്റ്സ് ഹൗ മച്ച് പപ്പയുടെ ഈ ചെറിയ ഒപ്പീനിയൻ പോലും ദാറ്റ്സ് ഹൗ മച്ച് വാല്യൂ ഇറ്റ് ഹാസ് ഞങ്ങൾക്ക് എല്ലാവർക്കും. എനിവേ, we all love you so much. അതെങ്ങനെ കാണിക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ I hope you can understand ഇതിൽ കൂടെ. And I hope you never forget how much you mean to us. എന്ത് വന്നാലും we're always going to be together. Okay, ശരി, ഞാൻ ഒത്തിരി കരഞ്ഞു. Okay, bye. Happy birthday. ഹലോ, ഹാപ്പി 60th ബർത്ത്ഡേ. എൻ്റെ വിധ എല്ലാ ജന്മദിനാശംസകളും. സോ ഫസ്റ്റ് ടൈം മുത്ത് പറഞ്ഞ പപ്പയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്കിട്ടൊരു ഇമേജ് എന്ന് പറഞ്ഞൊരു ടെറർ ഇമേജ് ആയിരുന്നു. അതായത് കുറേ ബസ്സും ഗുണ്ടകളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളുടെ ഇമേജാണ് അവളെനിക്ക് തന്നത്. പക്ഷേ പിന്നീട് കല്യാണം കഴിഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോഴും ഇവിടെ നിന്നപ്പോഴും എനിക്ക് മനസ്സിലായി എത്രമാത്രം സ്വീറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആണെന്നും എത്രമാത്രം പപ്പയെ ഇഷ്ടപ്പെടുന്നവരെയും അല്ലെങ്കിൽ പപ്പയുടെ ഫാമിലിയും ചുറ്റുമുള്ളവരെ എത്രമാത്രം കെയർ ചെയ്യുന്നൊരു പേഴ്സണാലിറ്റി ആണെന്നും അപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. അതിന് എനിക്ക് ഒത്തിരി എക്സാമ്പിൾസ് തരാൻ പറ്റും. ഈവൻ ഞാനിവിടെ US വന്ന് ഫ്രം ഡേ 1 കുറേ ക്വസ്റ്റ്യൻസ് എനിക്കുണ്ടായിരുന്നു, കുറേ ഡൗട്ടുകളുണ്ടായിരുന്നു. അതിനെല്ലാം ക്ഷമയോടെ എല്ലാത്തിനും ആൻസർ തരാനും ആ ഒരു ട്രാൻസിഷൻ നാട്ടിൽ നിന്ന് US വരുന്നതിനെല്ലാം ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഈവൻ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലോറിഡയിലോട്ട് മൂവ് ചെയ്തപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം പാക്ക് ചെയ്തു. നമ്മളെന്ന് പറയാൻ പറ്റില്ല, ബേസിക്കലി പപ്പ തന്നെ എല്ലാം ചെയ്തത്. ഞാൻ വെറുതെ ഒരു മോറൽ സപ്പോർട്ടേ ഉള്ളായിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുന്നതിനാണെങ്കിലും പിന്നീട് ഇവിടെ ഞങ്ങൾ വീട് താമസം മാറിയപ്പോൾ അതിനെല്ലാം വന്ന് ലീവ് എടുത്ത് വന്ന് ഞങ്ങളതിനെല്ലാം ഹെൽപ്പ് ചെയ്തതിനെല്ലാം താങ്ക് യു സോ മച്ച്. പിന്നീടാണെങ്കിലും അത് കൂടാതെ എനിക്ക് കുറേ എക്സാമ്പിൾസ് തരാൻ പറ്റും. ഇപ്പം ഇവിടെ ന്യൂജേഴ്സിലുണ്ടായിരുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ സ്നോ വന്നപ്പോൾ പപ്പ പറഞ്ഞു ഞാനൊന്നും ചെയ്യേണ്ട, ഷവലൊന്നും ചെയ്യേണ്ട, കാരണം എൻ്റെ എക്സാം എടുത്ത് വരിക, സോ ഫോക്കസ് ഓൺ മൈ സ്റ്റഡീസ്, അങ്ങനെയായിരുന്നു. സോ ഇതെല്ലാം കാണിക്കുന്ന പപ്പയുടെ ഒരു പേഴ്സണാലിറ്റിയാണ്. എത്രമാത്രം ഫാമിലിയും അല്ലെങ്കിൽ
മറ്റു കൂടെയുള്ളവരെയും എത്രമാത്രം കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നീട് ആ ഒരു വന്ന ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് കുറേ ഗസ്റ്റ് വന്നു നാട്ടിൽ നിന്ന്. അവരെല്ലാം കെയർ ചെയ്തൊരു വേ, എല്ലാവർക്കും വേണ്ടി ഗസ്റ്റ് ഫസ്റ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെ ഭയങ്കര റെയറാണ്. ആ ഒരു പേഴ്സണാലിറ്റി ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ കുറേ പേര് പപ്പയോട് പറഞ്ഞിട്ടുണ്ടാവും, ലൈക്ക് യു ഓൾവേസ് ഹാവ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് എപ്പോഴും ഉത്തരം ഉണ്ടാവും, അതിന് കൃത്യമായൊരു ഉത്തരം ഉണ്ടാവും. ഇൻ കേസ് അഥവാ ഒരു കൺഫ്യൂഷനോ ഒരു കാര്യമാണെങ്കിൽ ഇപ്പോൾ പറയും, ലൈക്ക് എന്നോടാണെങ്കിലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓക്കെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്ത് ഒരു പ്രോപ്പർ ഹോംവർക്ക് ചെയ്ത് അതിന് കൃത്യമായിട്ടൊരു ഉത്തരം എപ്പോഴും പപ്പയ്ക്ക് തരാനും ഹെൽപ്പ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. സോ ഇപ്പം ഞാനിവിടെ US നിൽക്കുമ്പോഴും എനിക്കറിയാം നാളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഐ ക്യാൻ റിലൈ അപ്പോൺ യു. ഐ ക്യാൻ ഓൾവേസ് ആസ്ക് യു ദാറ്റ് യു വിൽ ഹാവ് എൻ ആൻസർ. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആൻഡ് നിർത്തുന്നതിന് മുൻപ് ഫൈനലായിട്ടൊരു കാര്യം ഇവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇപ്പം എനിക്കിവിടെ പീസ്ഫുള്ളായിട്ട് ഈ ഒരു റെസിഡൻസി ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊരു ഹ്യൂജ് റോൾ പപ്പയ്ക്കും അമ്മയ്ക്കുമാണ്. ആ ഒരു ഫസ്റ്റ് ഇയറിൽ ലൈക്ക് ഐ ഡിഡൻറ്റ് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്. ഞാനിപ്പോൾ രാവിലെ ലൈബ്രറിയിൽ പോകുന്നു, പഠിക്കുന്നു. ഐ ഡിഡൻറ്റ് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്. ലൈക്ക് ആ ഒരു എൻവയോൺമെൻറ്റ് തന്നതിനും ആ ഒരു പാത്തിൽ ആ ഒരു ഇനീഷ്യൽ ഫേസിൽ ചെയ്ത സപ്പോർട്ടിനെല്ലാം താങ്ക് യു സോ മച്ച്. ആൻഡ് pretty much that sums up so far ഉള്ള എല്ലാ കാര്യങ്ങളിലും. Thank you so much for everything, and again happy birthday and take care. Okay, bye. 60ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന പപ്പയോട് ഞാൻ പൂർണ്ണഹൃദയത്തോടെ എൻ്റെ മംഗളകരണങ്ങൾ നേരുന്നു. എൻ്റെ കൂടെ പറയാനുള്ളത്, ഈ 60 വർഷം ദൈവം പപ്പയുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം പപ്പനൊരു ഉപകരണമാക്കി പലർക്കും നന്മ ചെയ്യാൻ പറ്റാനും സഹായിക്കാനും പറ്റി. അതിന് ദൈവത്തിന് നന്ദി. പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലും ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളോട് കടന്നു പോകുമ്പോഴത്തേനാണ് ചില ശബ്ദങ്ങൾ നമ്മുടെ മനസ്സിൽ കേൾക്കാൻ പറ്റും. ചിലപ്പോൾ എൻ്റെ ശബ്ദമായിരിക്കും, പലരുടെ ശബ്ദങ്ങളായിരിക്കും. പക്ഷെ കൂടുതലും എനിക്ക് പപ്പയുടെ ശബ്ദമാണ് കേട്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ മനസ്സിൽ ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴത്തേന് നമ്മൾ എന്നെ ചെയ്യുമെന്ന് ഓർത്ത് പോകും. അപ്പം ആ സമയത്താണ് ആ ശബ്ദം വരുന്നത്. അതിൻ്റെ ഒരു ആഴം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനിലാണ് നമുക്കത് വെളിപ്പെടുന്നത്. അതുകൊണ്ട് താങ്ക് യു. ഞാൻ അത് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ പപ്പ. മേ ഗോഡ് ബ്ലസ് യു. എൻ്റെ എല്ലാമായ എൻ്റെ ബേച്ചന് ഹാപ്പി 60th ബർത്ത്ഡേ. ഈ ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തോടാണ് നന്ദി പറയാനുള്ളത്. ദൈവം ഇത്ര വർഷക്കാലം ബേച്ചനെ ഒരു പൊളിയേൽക്കാതെ കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് കർത്താവിനോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ കാര്യത്തിലാണെങ്കിലും പിള്ളേരുടെ കാര്യത്തിലാണെങ്കിലും എപ്പോഴും ഞങ്ങളുടെ കാട്ടിലും കൂടുതൽ ശ്രദ്ധയോടെ കൺസേണോടുകൂടെ എല്ലാ കാര്യങ്ങളും ബേച്ചനാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കാര്യം മറന്നു പോകും, എങ്കിലും അത് ഓർത്തിരുന്ന് ബേച്ചനാണ് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത്. ഒത്തിരി കടപ്പെട്ടവരാണ് ഞങ്ങൾ. പിന്നെ നമ്മുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ മെസ്സേജസൊക്കെ കേട്ടപ്പോൾ ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്നാണ് പറഞ്ഞാൽ, ഇത്രയും ഗുണങ്ങളുള്ള ഇത്രയും വ്യക്തിത്വമുള്ള ഒരു ബേച്ചൻ്റെ ഭാര്യയാണല്ലോ ഞാൻ എന്നോർക്കുമ്പോൾ ഐ എം പ്രൗഡ്. ഐ എം റിയലി പ്രൗഡ്. ഒന്നിനും ബേച്ചനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. യു നോ എവറിത്തിങ്. പിള്ളേർക്കാണെങ്കിലും ഈവൻ ദോ അവരങ്ങനെ പഠിച്ചതാണെങ്കിൽ പോലും ഇപ്പോഴും ബേച്ചനോട് പപ്പയോടാണ് എല്ലാം ചോദിക്കുന്നത്. എന്നാൽ എന്നോ
they will get the right answer from you. വീണ്ടും എനിക്ക് എല്ലാത്തിനും വേണ്ടി ദൈവത്തോട് മാത്രമേ നന്ദി പറയാനുള്ളൂ. പിന്നെ ഞാൻ ഓർത്തു ബേച്ചൻ്റെ ബർത്ത്ഡേക്ക് എന്തുവാണ് ഞാൻ 60th ബർത്ത്ഡേ ഐ ഹാവ് ടു ഗിവ് സംതിങ് റിയലി ഗുഡ് ഗിഫ്റ്റ്. പക്ഷെ ഞാൻ ഓർത്തപ്പം എന്ത് തന്നാലും അത് മതിയാകത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. സോ ഐ തോട്ട് ഐ വുഡ് ഡു എ വീഡിയോ ലൈക്ക് ദിസ് സോ ദാറ്റ് യു ക്യാൻ റിമെമ്പർ ഫോർ എവർ. എനിക്കറിയാൻ ബേച്ചത് യു വിൽ എൻജോയ് ഇറ്റ് എന്ന്. ഒരിക്കൽ കൂടി many happy returns of the day. Love you so much.